ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിനിടയിൽ സ്കോപ്യെ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ഗാന്ധിജിയുടെ സത്യത്തിന്റെയും അഹിംസയുടെയും സന്ദേശം മാനവരാശിക്കാകെയുള്ളതാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി പ്രതിഷേധങ്ങളും ഉൾപ്പെടെയുള്ളവ പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിൽ ഉന്നയിച്ചു. തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്ര സർക്കാരിനോടും ഡൽഹി പോലീസിനോടും ഡൽഹി ഹൈക്കോടതി വിശദീകരണം തേടി. പൊതു താൽപര്യ ഹർജിയിൽ മറുപടി നൽകാൻ കോടതി 4 ആഴ്ചത്തെ സമയം അനുവദിച്ചു. കേസ് സെപ്റ്റംബർ 11 വീണ്ടും പരിഗണിക്കും. നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന യുവ പ്രതിഷേധക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കില്ലെന്ന് സർക്കാർ ഉറപ്പു നൽകിയാൽ നിരാഹാര സമരം അവസാനിപ്പിക്കുമെന്ന് സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്. കേന്ദ്രമന്ത്രിമാരായ JP നഡ്ഡ, ജിതേന്ദ്ര സിംഗ് എന്നിവരുടെ ആശുപത്രി സന്ദർശനത്തിന് മന്ത്രിമാർക്ക് അയച്ച കത്തിൽ അദ്ദേഹം നന്ദി അറിയിച്ചു. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തുടരുന്ന പ്രതിഷേധങ്ങളിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കേരളത്തിൽ പുതിയ ആന്റി റാഗിംഗ് നിയമവും പരാതികൾ സമർപ്പിക്കാൻ മൊബൈൽ ആപ്പും കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓണക്കാലത്ത് കയർ മേഖലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പ്രത്യേക ക്യാമ്പയിൻ നടത്തുമെന്നും പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങുമെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ യുവജന സംഘടനകൾ കൈകോർക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സംസ്ഥാനത്ത് ടോക്ക് റൂം പദ്ധതി നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ചേർന്ന യുവജന സംഘടനകളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതി മേഖലയെ ജനസൌഹാർദ്ദമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പകൽ ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ വൈദ്യുതി രാത്രിയിലേക്ക് സംഭരിച്ചു വെക്കാനാകണമെന്നും അദ്ദേഹം KSEB തിരുവനന്തപുരം ജില്ലാതല അവലോകന യോഗത്തിൽ പറഞ്ഞു. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷനിൽ ലഭിച്ച പരാതികൾ തീർപ്പാക്കുന്നതിനായി ഈ മാസം 29, 30 തീയതികളിൽ തിരുവനന്തപുരത്ത് അദാലത്ത് നടത്തും. കമ്മീഷന് ലഭിച്ച 163 പരാതികളിൽ ചർച്ച നടത്തും. മലബാർ മേഖലയിലെ +1 പ്രതിസന്ധി പരിഹരിക്കുന്നതിന് 120 അധിക ബാച്ച് അനുവദിച്ച് ഉത്തരവിറങ്ങി. പാലക്കാട് 30, മലപ്പുറം 60, കോഴിക്കോട് 20, കാസർഗോഡ് 10 എന്നിങ്ങനെയാണ് താൽക്കാലിക അധിക ബാച്ചുകൾ അനുവദിച്ചത്. കോഴിക്കോട് രാമനാട്ടുകര മുനിസിപ്പാലിറ്റി 5ാം വാർഡിലെ നിപ നിരീക്ഷണം പിൻവലിച്ചു. നിപ റിപ്പോർട്ട് ചെയ്ത് 42 ദിവസം പിന്നിടുമ്പോഴും പുതിയ രോഗബാധിതരില്ലാത്ത സാഹചര്യത്തിലാണ് നടപടിയെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ പറഞ്ഞു. കേരളത്തെ ആഗോള നൈപുണ്യ വികസന കേന്ദ്രമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസും ജർമ്മനിയിലെ പൊതുമേഖലാ റെയിൽവേ കമ്പനിയായ DBAGയും തമ്മിൽ ധാരണാപത്രം കൈമാറി. DBAGയുമായുള്ള പങ്കാളിത്തം ജർമ്മനിയിലെ റെയിൽവേ അനുബന്ധ സാങ്കേതിക മേഖലകളിൽ നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് സഹായിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. കർഷകരെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ആധുനിക സാങ്കേതിക വിദ്യയും ശാസ്ത്രീയ കൃഷിരീതികളും പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി T സിദ്ദിഖ്. പാറശാല ബ്ലോക്ക് തല കിസാൻ മേള, ഹരിത വിസ്മയം പരിപാടി എന്നിവയുടെ സമാപന സമ്മേളനം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ സിംബാബ്വെ T20 പരമ്പരയ്ക്ക് നാളെ തുടക്കമാകും. സിംബാബ്വെയിലെ ഹരാരെയിൽ വൈകിട്ട് 4:30 മത്സരം. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നാളെ തുടക്കമാകും. 13 ഇനങ്ങളിലായി 120-ലേറെ താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGov എന്നിവയിലൂടെ വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. പീക്ക് സമയങ്ങളിലായിരിക്കും ഭാഗിക വൈദ്യുത നിയന്ത്രണം ആവശ്യമായി വരിക. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.